എന്തായാലും ചാന്ദിനി ചൗക്കിൽ തിരക്കേറിയ ആളുകൾ തിങ്ങി നിറയുന്ന വലിയൊരു വാണിജ്യ കേന്ദ്രം കൂടിയായ ചാന്ദിനി ചൗക്കിലായിരുന്നു ഈ സ്ഫോടനം നടത്താൻ ഉദ്ദേശിച്ചിരുന്നത് എന്ന ആശങ്കാജനകമായ വിവരമാണ് ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. ആ പദ്ധതി പാളുകയായിരുന്നു. സിഗ്നൽ റെഡ് ലൈറ്റ് തെളിഞ്ഞതിനെ തുടർന്ന് അങ്ങോട്ടേക്ക് പോകാൻ കഴിയാത്തതിനെ തുടർന്നാണ് സിഗ്നലിൽ വെച്ച് തന്നെ ഇത് പൊട്ടിത്തെറിച്ചത് എന്ന വളരെ പ്രധാനപ്പെട്ട വിവരം കൂടി ലഭ്യമാകുന്നുണ്ട്. സജു കേൾക്കാമോ? സജു, അന്വേഷണം, അതിന്റെ പുരോഗതി, അത് സംബന്ധിച്ച് കൂടുതൽ കാര്യങ്ങളൊന്നും അന്വേഷണ ഉദ്യോഗസ്ഥർ വെളിപ്പെടുത്തുന്നില്ല. എങ്കിൽ കൂടി ആ സ്പോട്ടിൽ നിൽക്കുമ്പോൾ നമുക്ക് ലഭ്യമാകുന്ന ഏറ്റവും പുതിയ വിവരങ്ങൾ എന്തൊക്കെയാണ്? സൈഫുദ്ദീൻ, അതായത് നിലവിൽ അന്വേഷണ ഉദ്യോഗസ്ഥൻ പറഞ്ഞിരിക്കുന്നത് ഇതുമായി ബന്ധപ്പെട്ടുള്ള അന്വേഷണം നടക്കുകയാണ്. അതുകൊണ്ട് ഈ വാഹനത്തിൽ ആരാണ് ഉണ്ടായിരുന്നത്, എത്ര പേരുണ്ടായിരുന്നു, ഈ വാഹനം എവിടെ നിന്നാണ് വന്നത് എന്നുള്ള കാര്യത്തിലൊക്കെ പോലീസ് ഔദ്യോഗികമായി ഒരു വ്യക്തത നൽകുന്നില്ല, അല്ലെങ്കിൽ അത് വിശദീകരിക്കുന്നില്ല. പ്രധാനമായിട്ടും വലിയൊരു സ്ഫോടനമാണ് ഉണ്ടായിരിക്കുന്നത്. ഒരു ചാവേർ ആക്രമണത്തിന്റെ സംശയം ഇപ്പോൾ മുൻപിലുണ്ട്. അതായത് ഇവർ മറ്റെവിടെങ്കിലും ഈ വാഹനം പാർക്ക് ചെയ്തതിനു ശേഷം രക്ഷപ്പെടാൻ വേണ്ടിയുള്ള പ്ലാൻ ആയിരുന്നോ എന്നുള്ള കാര്യമടക്കം പോലീസ് ഇപ്പോൾ അന്വേഷിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഈ വാഹനത്തിൽ എത്ര പേരുണ്ടായിരുന്നു എന്നുള്ളതിലും പോലീസ് ഇപ്പോൾ വ്യക്തത നൽകിയിട്ടില്ല. അത് ഉടൻ തന്നെ പോലീസ് വിശദീകരിക്കും. ഇപ്പോൾ രാവിലെ ആയിരുന്നു, അല്പസമയം മുൻപായിരുന്നു നോർത്ത് DCP രാജ പിണ്ടെ വന്നു ഈ കാര്യം വിശദീകരിച്ചത്. അപ്പോൾ അദ്ദേഹം പറഞ്ഞത് അന്വേഷണം നടക്കുകയാണ്, അതുകൊണ്ട് തന്നെ ഇതിൽ കൂടുതൽ വിശദീകരണങ്ങളോ വ്യക്തതയോ നൽകാനാവില്ല എന്നുള്ളതാണ് അദ്ദേഹം വ്യക്തമാക്കിയത്. എന്തായാലും നമ്മൾ പ്രതീക്ഷിക്കുന്നത് ഏകദേശം 1 മണിക്കൂറിന് ശേഷം ഇതിന്മേലുള്ള ഒരു പ്രാഥമിക വിവരങ്ങൾ ലഭ്യമാകും എന്നുള്ളത് തന്നെയാണ്. ആ വിവരങ്ങൾ ലഭിക്കുന്ന മുറയ്ക്ക് നമുക്ക് അപ്ഡേറ്റ് ചെയ്യാനാകും. എന്തായാലും നിലവിൽ നമുക്ക് ലഭിച്ച വിവരങ്ങൾ അനുസരിച്ച് ഈ ഫരീദാബാദിൽ നിന്നും അറസ്റ്റിലായ ഡോക്ടർമാർ, ഇവർ ഈ മൊഡ്യൂളിൽ ഉൾപ്പെടുന്നവരുമായിട്ട് ഈ സ്ഫോടനം നടത്തിയവർക്ക് ബന്ധമുണ്ടോ എന്നുള്ള കാര്യങ്ങളൊക്കെ ഇപ്പോൾ അന്വേഷിക്കുകയാണ്. അതിൽ കൂടുതൽ വ്യക്തത വരാൻ വേണ്ടിയുള്ള ചില തെളിവുകളൊക്കെ ഇവർ ശേഖരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഇവിടെ നിന്ന് ലഭിച്ച ഈ സ്ഫോടനത്തിന്റെ പശ്ചാത്തലത്തിൽ സ്ഫോടനവുമായി ബന്ധപ്പെട്ട് ഇവിടെ നിന്ന് ലഭിച്ച ചില വസ്തുക്കളുടെയൊക്കെയും അടിസ്ഥാനത്തിലുള്ള അന്വേഷണമാണ് ഈ സ്ഫോടനത്തിന്റെ ഭീകരത വ്യക്തമാക്കുന്നത്. അതായത് 100 മീറ്റർ പരിധിയിലേക്ക് പോലും ഈ വാഹനങ്ങളുടെ ചീളുകളും ചില്ലുകളും തെറിച്ചു, അല്ലെങ്കിൽ ഊരിത്തെറിച്ചു എന്നുള്ളതാണ് ഇതിന്റെ ഒരു ഭീകരത അത്രമാത്രം ഭയാനകമാണ് എന്നുള്ളത് വ്യക്തമാകുന്നത്. എന്തായാലും അത് കേന്ദ്രീകരിച്ചുള്ള അന്വേഷണമാണ് ഇപ്പോൾ നിലവിൽ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. കൃത്യമായിട്ട് ഈ സ്ഫോടനവുമായി ബന്ധപ്പെട്ട് മറ്റേതെങ്കിലും സംഘടനകൾക്ക് പങ്കുണ്ടോ എന്നുള്ളത് ഇപ്പോൾ അന്വേഷണ വിധേയമാക്കുന്നുണ്ട്. എന്തായാലും ഡൽഹി പോലീസിന്റെ ഭാഗത്തു നിന്നും ക്രൈംബ്രാഞ്ചിന്റെ ഭാഗത്തു നിന്നും അതോടൊപ്പം തന്നെ NSDയുടെ പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ ഭാഗത്തു നിന്നുള്ള അന്വേഷണമാണ് നിലവിൽ ഇപ്പോൾ ഇവിടെ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. ഫോറൻസിക് ഉദ്യോഗസ്ഥർ സ്ഥലത്ത് തന്നെ ഉണ്ട്. അവർ ഈ കാര്യങ്ങൾ വിശദീകരിക്കുകയാണ്. പോലീസ് ഉദ്യോഗസ്ഥരുമായിട്ടൊക്കെയും വ്യക്തമാക്കുകയാണ്, വിശദീകരിക്കുകയാണ്. ഈ സ്ഥലം എന്ന് പറയുന്നത് വലിയൊരു മാർക്കറ്റ് ഇതിന് പരിസരത്തുണ്ട്. അപ്പോൾ ഈ ചാന്ദിനി ചൗക്ക് മാർക്കറ്റിലേക്ക് ഈ വാഹനം ആദ്യം പാർക്ക് ചെയ്യാൻ, അല്ലെങ്കിൽ വാഹനം ഓടിച്ചു കയറ്റാൻ ശ്രമിച്ചു എന്നുള്ള വാർത്തകളൊക്കെയും പുറത്തു വരുന്നു. പക്ഷേ ആ ചോദ്യങ്ങൾ ചോദിച്ചപ്പോൾ പോലീസ് അതിൽ കൃത്യമായിട്ടുള്ള വ്യക്തതയോടുള്ള മറുപടി പറഞ്ഞിട്ടില്ല. അതിലും വ്യക്തത വരേണ്ടതായിട്ടുണ്ട്. ഈ വാഹനം 3 മണിക്കൂറോളം റെഡ് ഫോർട്ടിൽ പാർക്ക് ചെയ്തിരുന്നു. ചെങ്കോട്ടയ്ക്കുള്ളിൽ വാഹനങ്ങൾ പാർക്ക് ചെയ്യുന്ന പാർക്കിംഗ് ഏരിയയിൽ ഈ വാഹനം പാർക്ക് ചെയ്തതിനു ശേഷം ഈ വാഹനം ഡ്രൈവർ എടുത്ത് മുന്നോട്ട് വരികയും ഈ സിഗ്നൽ നിർത്തിയ ശേഷം, അല്ലെങ്കിൽ സിഗ്നൽ വന്നപ്പോൾ ഈ വാഹനം അവിടെ പെടുകയും അവിടെ വെച്ചാണ് ഈ പൊട്ടിത്തെറി ഉണ്ടായതെന്നാണ് നിലവിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തായാലും കൂടുതൽ വ്യക്തത അന്വേഷണ ഉദ്യോഗസ്ഥർ തരും, അത് വിശദീകരിക്കുമെന്നാണ് നിലവിൽ നമ്മൾ മനസ്സിലാക്കുന്നത്. ആ വ്യക്തതയോട് കൂടി ഒരു നിഗമനത്തിലേക്ക് എത്താനാകുമെന്ന പ്രതീക്ഷയാണ് നമുക്കിപ്പോൾ ഉള്ളത്. എന്തായാലും കൂടുതൽ അന്വേഷണങ്ങൾ നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഏതൊക്കെ തരത്തിലുള്ള വിവരങ്ങൾ കിട്ടിയിട്ടുണ്ട് എന്നതിനെ സംബന്ധിച്ചുള്ള വ്യക്തമായ വിവരങ്ങൾ നിലവിൽ പുറത്തുവിടുന്നില്ല. ഡൽഹിയെ സംബന്ധിച്ചിടത്തോളം ഇത്തരം പൊട്ടിത്തെറികൾ, സ്ഫോടനങ്ങൾ, അതിന് വലിയൊരു ചരിത്രം കൂടി പറയാനുണ്ട് എന്നുള്ളത് കൂടിയാണ്. എന്തായാലും നിലവിൽ ഏറ്റവും എടുത്തു പറയേണ്ടത് ഒടുവിലായി നടന്നത് 2011 ഡൽഹി ഹൈക്കോർട്ട് ബ്ലാസ്റ്റ് ആണ്. അതിൽ അന്ന് ഉത്തരവാദിത്തം ഹർക്കത്തുൽ ജിഹാദ് അൽ ഇസ്ലാമി എന്നുള്ളൊരു സംഘടനയ്ക്ക് ഏറ്റെടുത്തിരുന്നു. പക്ഷേ ഇപ്പോഴത്തെ ബ്ലാസ്റ്റുമായി ബന്ധപ്പെട്ട്, ഇപ്പോഴത്തെ സ്ഫോടനവുമായി ബന്ധപ്പെട്ട അത്തരത്തിലുള്ള വിവരങ്ങളൊന്നും ലഭിക്കുന്നില്ല. അപ്പോൾ എന്താണ് ആ സ്ഫോടനത്തിന് പിന്നിൽ, ആരാണ് അതിന് ഉത്തരവാദികൾ തുടങ്ങിയ കാര്യങ്ങളിലൊക്കെ ഒരു വ്യക്തത വരുത്തേണ്ടതുണ്ട്. അത്തരത്തിലുള്ള അന്വേഷണങ്ങൾ തന്നെയാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. എന്തായാലും
അന്വേഷണങ്ങൾ പുരോഗമിക്കുമ്പോൾ ഈ അന്വേഷണ ഉദ്യോഗസ്ഥർ തന്നെ അവരോട് കാര്യങ്ങൾ ആരായുമ്പോൾ ഒന്നും വിട്ടുപറയാൻ തയ്യാറാകുന്നില്ല. അത് അന്വേഷണത്തെ ബാധിക്കും എന്നുള്ള കാര്യങ്ങൾ കൂടിയാണ് അവർ പറയുന്നത്. എന്തായാലും എത്ര പേർ, കാറിനകത്ത് 3 പേരാണ് ഉണ്ടായിരുന്നത്, 3 പേരും സംഭവ സ്ഥലത്ത് തന്നെ മരിച്ചു എന്നുള്ള വിവരങ്ങൾ പോലും സ്ഥിരീകരിക്കാനുള്ള ഇപ്പോൾ അന്വേഷണ ഉദ്യോഗസ്ഥർ തയ്യാറാകുന്നില്ല എന്നുള്ളത് കൂടി ശ്രദ്ധേയമാണ്. എന്തായാലും രാജ്യ തലസ്ഥാനം അതീവ സുരക്ഷയിലാണ്. നിലവിൽ NSG ആണ് സുരക്ഷാ സന്നാഹങ്ങൾ ഒരുക്കുന്നത്. ചാന്ദിനി ചൌക്ക് മാർക്കറ്റ് അടക്കം ഇന്ന് അടച്ചിടാനുള്ള തീരുമാനങ്ങൾ കൂടിയാണ്.